എടേ സാഗുരു സാഗുരു പിടിയിലെ വണ്ടിയാട്ടെ എനിക്ക് ഫാമിലി ട്രിപ്പ് നാളെ ഞാനും നിന്റെ പെരിയമ്മയും തായ്ലൻഡ് മീറ്റിങ്ങിന് പോവാണ്. ഇത് കഴിഞ്ഞ് 4 ദിവസത്തേക്ക് നമ്മളില്ല. സ്കൂളിലെ മീറ്റിംഗ് നീ പോണ്ട ആണുങ്ങൾ പറഞ്ഞാൽ കൊണ്ട് കേട്ടാ നീ മനസ്സിലായ നേരെ ആള് പെണ്ണ് ഞാൻ വല്ലതും വിളിച്ചു പറയും കേട്ടല്ലോ. നിനക്ക് വരുമ്പോ ഒരു സ്റ്റാച്യു വാങ്ങിച്ചോണ്ട് വരാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുമ്പത്തേക്ക് ഒരു തായ്ലൻഡിലല്ലേ എനിക്ക് മസാജ് ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ മതി അവിടെ നിന്ന്. ഞാനിപ്പോ കുറച്ച് വാറുകളിൽ അധികം ഓവറായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ബോഡിയൊക്കെ ഭയങ്കര വീക്ക് ആയിട്ടിരിക്കും. അപ്പൊ ഒരു മസാജിങ് ഇതൊക്കെ വേണം എനിക്ക്. അപ്പൊ മസാജ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് എന്റെ എന്നൊന്ന് ഇതാക്കാൻ വേണ്ടിട്ട് ഒരാളെ കൊണ്ട് വന്നാൽ മതി. ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് റോഡ് മേലേക്ക് നിക്ക്. ആടെ ചാരി വണ്ടി വരും ചാവേ. വണ്ടി ഏത് വണ്ടി? റോഡ് മേലേക്ക് നിക്ക്. റോഡ് പോയി നിക്ക് വേഗം. ഏത് വണ്ടി എവിടെ? ഇല്ല സൂര്യ പറ്റൂടാ പറ്റും. നമുക്ക് ആളെ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ മാറ്റി നമ്മള് പൈസ കൊടുത്ത് നിർത്താൻ പറ്റും. അപ്പൊ അമ്മ കൊണ്ടുവരാം. എന്തായാലും വീട്ടിൽ 4 ദിവസത്തേക്ക് അമ്മ ഇല്ല. അപ്പം അപ്പനെ നോക്കിക്കോണേ. 4 ദിവസത്തേക്ക് ഞാൻ നോക്കിക്കോളാം. എനിക്ക് പ്രശ്നമല്ല. അല്ല സൂര്യ ചന്ദ്രനെ നോക്കിക്കോണേ. നീ എന്നെ നോക്കോ? നീ കൈ വെക്കോ? കൈ വെക്കടാ കൈ വെക്കടാ. വേണ്ട നീ ആഗ്രഹം പറയുമ്പോ അത് കൊടുക്കാതിരിക്കാൻ കൊറേ നാൾക്ക് ശേഷം ഒരു ആഗ്രഹം പറയുന്നത്. അത് നമ്മളത് സാധിച്ചു കൊടുക്കാം. വേണ്ട എന്തുവാ കുട്ടുമണി 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 ഒരു മിനിറ്റ്. എടേ സാഗുരു നോക്കട്ടെ. സാഗുര് താങ്ക് യു സാഗുര്. എനിക്കൊരു ഇതിൽ ബ്രേക്ക് ഇല്ല. ബ്രേക്ക് ബ്രേക്ക് പിടിച്ച് ഇങ്ങനെ പോകും. എന്തോ വേണം സൗകര്യം പറ. നമ്പർ BO ആണ് അല്ല B0 ആട്ടോ. അത് കുഴപ്പമില്ല. അത് ഞാൻ തന്നെ എടുത്ത്. കിടില വണ്ടി കിടില വണ്ടി. എനിക്കൊരു അങ്ങനെ സാഗൂരിക്ക് വണ്ടി നീ ഷെയ്ക്കാണ് വണ്ടി തരാനുള്ള ഇനി. കണ്ടാ മതി. നൈസ് ഉണ്ട്. 12 പേർക്ക് ഈസി ആയിട്ട് പോവാം. ഇതിലല്ലേ 6 എടുക്കാം. 6 പേർക്ക് കേറാം. 12 പേര്. സൂര്യ ഉള്ള കേറ. ബ്ലാക്ക് നല്ല രസമുണ്ട്. കൊള്ളാല്ലേ? നൈസ് അല്ലേ?
എന്നാ ഗോൾഡ് ഓൾറെഡി സാബ്കുരുന്റെ അടുത്തുണ്ടോ? ഗോൾഡ് സാഗുരുണ്ട് വെയിറ്റ് ഒരു സെക്കൻഡ്. സാഗുരു അല്ല, നീ ആ വണ്ടി എടുത്തിട്ടാ സൂര്യ പുറകുന്ന. ആ അല്ല ഞാൻ എന്തിനു പറഞ്ഞ ഓടിക്കാനാണ് പറഞ്ഞ, എടുത്തോളാല്ലോ. അവന്റെ സന്തോഷം കണ്ടോ എന്തിനു? അയ്യോ തള്ളയ മോൻ എല്ലാം കണക്ക്. പിടിലെ വണ്ടി ആട്ടെ എനിക്ക് ഫാമിലി ട്രിപ്പ്. ഏതാ ഏതാ ഈ വണ്ടിയോ? പിന്നെ കഷ്ടപ്പെട്ട എനിക്ക് നമുക്ക് സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ആ റെന്റിന് വടക്കാര കാശ് കേട്ടാ. 1 മണിക്കൂർ എത്രയാ? 1 മണിക്കൂറിന് നിനക്കായോണ്ട് 5000 രൂപ തരാം. ഭയങ്കര തുച്ഛമായ കാശാണ്. അല്ല ഐ മീൻ 50 ലക്ഷം. വേണ്ട ഞാൻ ഷേക്കിന്റെ ഈ വണ്ടി കൊറേ ആ വണ്ടി കൊറേ ആയിട്ട് ഇതിന്റെ അകത്ത് കിടക്കുമായിരുന്നു ഷെയ്ക്കെ. ഇത് റിച്ച് കാർ തന്നെ അല്ലേ സാഗുരു? ഇപ്പൊ ഇത് 3 ആൾക്കാരെ സിറ്റിയിലുള്ളൂ. ഒന്ന് ഷെയ്ക്കിന്, പിന്നെ സാഗുരിന്. ആദ്യത്തെ കൊണ്ടുവന്ന ഷെയ്ക്ക് എനിക്ക് ഗിഫ്റ്റ് ആണ്. ഞാനും ചന്ദ്രന് ഗിഫ്റ്റ് ആണ്. ആ അപ്പൊ ഷെയ്ക്കിന്റെ അടുത്ത് പറയണ്ടേ? അത് കുഴപ്പമില്ല, ഞാൻ പറയാം. അപ്പൊ ഷേക്കിന്റെ ഇപ്പൊ വണ്ടി ഇല്ല? ഉണ്ട്. ചന്ദ്രന്റെയിലും ഷേക്കിന്റെയിലും ചന്ദ്രന്റെ എടുത്തോട്ടെ. 3 ആളുകൾ. ഓക്കെ, നിങ്ങൾ 3 പേരുടെയിലും. ഓക്കെ ഇതിൽ 6 പേർക്ക് പോകാൻ പറ്റില്ല ഷെയ്ക്കേ. എന്താ 2 സ്പീഡ് ബ്രേക്കർ? റേഡിയോ 65 സമ്മതിക്കില്ല. സൂര്യ ജിഎം എന്താടാ? ജിഎം வந்து ஃபுட் ஷாப். இங்க பர்கர் ஷாப் இருக்குல அதுதான். ഹലോ പേരെന്താ ബ്രോ? ചന്ദ്രനാണ് ടിവിയിലെ ബ്രോ. ഞങ്ങള് ജിഎംന്നായിരുന്നു ബർഗർ ഷോട്ടെ. ഇന്നത്തേക്ക് നിങ്ങൾക്ക് ഒരു ഓർഡർ വേണമെന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? ആര് 500 ബർഗർ 500 ഈക്വളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മ ടിവി എന്നല്ലടാ പറഞ്ഞേ. ടിവി എന്ന് പറഞ്ഞേ ബ്രോ. ഇങ്ങോട്ട് വരാം, ഞങ്ങൾക്ക് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങള് വരാം. പറയൂ. നിങ്ങള് ഷോപ്പുണ്ട്. ഒരു 10 മിനിറ്റിലെത്തും. നമുക്ക് ചന്ത തന്നെ അല്ലേ വണ്ടി കൊണ്ട് ഇടുമ്പോ? വണ്ടി അയ്യോ സാഗുര് വണ്ടിക്ക് തിരിക്കല്ലേ. ഹലോ ഹലോ പറഞ്ഞോ. ചന്ദ്രനല്ലേ വരും ഇങ്ങോട്ടൊരു കാര്യം. പറഞ്ഞോ. അവിടെ ഒന്നിരിക്കോ സംസാരിക്കാം. പറഞ്ഞോളൂ. നിങ്ങളുടെ ഒരു TV മെമ്പർ വന്നിട്ട് പറഞ്ഞായിരുന്നു 500 നമ്മുടെ 500 ബർഗറും 500 കോളയും വേണമായിരുന്നു എന്ന്. പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് പോവായിരുന്നു. അപ്പം അത് കൺഫേം. എത്ര 500-ന്?
അത് നമ്മള് ഫുള്ളും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ പ- 100 കോടിയാ? 15 കോടി 100 കോടിയല്ല, എത്രടാ? 15 കോടി 15 കോടി 15 കോടിയോ? ഇതിന് ഇതുണ്ടോ? ഇത്ര ദിവസം കൊണ്ട് കഴിക്കണമെന്നുണ്ടോ? എക്സ്പയർ ഡേറ്റ് ഉണ്ടോ? അത് എക്സ്പയറി ഒന്നും ഇല്ല നമുക്ക്. അങ്ങനെയാണെങ്കിൽ അതെടുത്തോ കൺഫേം ആണ്. കൺഫേം ആണ്. ഇപ്പൊ റെഡിയാണോ? റെഡി ആകുമ്പോൾ നീ പറഞ്ഞ ബാക്കി പറഞ്ഞോടാ. ഹലോ ചന്ദ്രൻ ബ്രോ, പറഞ്ഞോ. ഞങ്ങളൊരു പുതിയ ഇനിഷ്യേറ്റീവ് ആയിട്ട് ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. എന്താ? അതായത് മാക്സിമം ഫാമിലിയും മാക്സിമം ക്ലബുമായിട്ട്, അതായത് ലിമിറ്റഡ് നമ്പർ ഓഫ് ഫാമിലിയും മാക്സിമം ക്ലബുമായിട്ട് ഞങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ഫാമിലിയും നമുക്കിപ്പോ ഒരുമിച്ച് ഒക്കത്തില്ല. അന്നേരം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി ഞങ്ങൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കൊരു 500 ഫുഡ് 500 ബർഗർ അങ്ങനെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ 600 ഫുഡ് 600 ബർഗർ പെർ വീക്ക്. അന്നേരം ഞങ്ങള് ഒരു ഫിക്സഡ് ഡേറ്റും ടൈമും പറയും. ആ ടൈമിൽ വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. ഡെലിവറി ആണെങ്കിൽ പ്ലാന് എല്ലാ വീക്കും 500 വെച്ച് പോകുമെന്ന് തോന്നല എനിക്ക്. വേണേലും അത് നമ്മളത് ആലോചിച്ചിട്ട് തൽക്കാലം ആലോചിച്ചിട്ട് ചോദിച്ചിട്ട് പറയാം എല്ലായിടത്തും. ഓക്കെ, ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി ബ്രോ. ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഓക്കെ. അപ്പൊ ഇതിപ്പോ നിങ്ങളിൽ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ടോ? ഇപ്പൊ 500 ബർഗറും ബ്രോ ഇപ്പം കാണത്തില്ല ബ്രോ. XMD-ക്ക് ഒരു ഈവന്റ് ഉണ്ട്. നിങ്ങളത് ഉണ്ടാക്കിട്ട് വിളിച്ചാൽ നമ്മള് കളക്ട് ഉണ്ടാക്കാം ബ്രോ. അതിന് വേറൊരു കുഴപ്പമുണ്ട് ബ്രോ. ഇതിപ്പം ഞങ്ങൾ ഉണ്ടാക്കി തരുവാണെങ്കിൽ അതിന് ഞങ്ങൾ ഡബിൾ പേയ്മെന്റ് ആയിരിക്കും എടുക്കുന്നത്. ഡബിൾ പേയ്മെന്റ് കൂട്ടിയാണ് ഞാൻ പറഞ്ഞ പൈസ. ആണോ? ഓക്കെ. അതായത് ഇപ്പം പെട്ടെന്ന് വരുന്ന ഇങ്ങനെ ഓർഡർ ആണെങ്കിൽ ഡബിൾ പേയ്മെന്റ് എടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡബിൾ പേയ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലാണ്. ആയിരിക്കുമോ? 15 കോടി എന്ന് പറഞ്ഞ ഡബിൾ പേയ്മെന്റ് ചേർത്താണോ പറഞ്ഞേ? 15 കോടി ഡബിൾ പേയ്മെന്റ് ചേർത്താ പറഞ്ഞേ. ആണല്ലേ? ഓക്കെ ഞാൻ ഇതിപ്പോ നമ്മൾ ഇങ്ങനത്തെ ഒരു കൺസേണിലാണ് ഈ 15 കോടി ആകത്തില്ല. എടാ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, 15 കോടി അല്ലല്ലോ അത്? 15 ആണല്ലോടാ. നീ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത്. എന്തായാലും ഞാൻ നോക്കിട്ട് പറയാം. നിങ്ങളിപ്പോ ഇത് ഉണ്ടാക്കിയോ? എന്തായാലും തന്തേരടായാ? ഒരു 20 ബർഗർ. 1000 ബർഗർ വെച്ചിട്ടില്ലേ ചേട്ടാ? സ്റ്റേബിൾ. നിങ്ങളെ ബർഗർ ഒന്ന് സാമ്പിൾ ടെസ്റ്റ് ചെയ്യണമായിരുന്നു. ഒരു 5 ബർഗർ തരാമോ? അയ്യോ വലിയ ഓർഡറാണ്. 500 ഓർഡറാണ്. പേരെന്ന് പറയൂ. അലീന. അലീന ചന്ദ്രൻ, അതാണ് ഫുൾ നെയിം പറയാനോട് അലീന. നിനക്ക് ഹലോ ചന്ദ്രൻ ബ്രോ. അപ്പൊ ഈ ജോൺ ആരാ ബ്രോ? 3 times ആയിരുന്നു, 2 times ഇല്ല. 3 times കൂടുതലാ? വേണ്ട ബ്രോ, അത്രയും കൂടുതൽ വേണ്ട. അയ്യോ ബ്രോ, സംഭവം എന്ന് പറഞ്ഞു ഇങ്ങനെ പെട്ടെന്നുള്ള ഇത് ഓർഡർ ആണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയാണ് പോളിസി. ഞങ്ങൾക്ക് നാളെ മതി. എന്നാ നാളെ ആണെങ്കിൽ ഇതിലും ഉണ്ട്. നാളെയാണ് ഞങ്ങള് മിനിമം ഒരു 5 days. നാളത്തേക്കാണ് ടൺ ഇതിന് തരും. 10 കോടി. ഹലോ എടാ, ഞാൻ ലൈവാടാ. ഇത് കഴിഞ്ഞിട്ട് വിളിച്ചത്. ഞാൻ രാത്രി ലേറ്റ് ആവും ബ്രോ. 12 മണി കഴിയാൻ. 1000 ബർഗറില്ലാത്ത മോശമായി പോയിട്ടോ. 1000 ബർഗർ കിട്ടത്തില്ല ബ്രോ. മാനേജർ ശരി. ആരാ മാനേജർ? മാധവ, ഇവിടെ ഒരു കസ്റ്റമർ വന്ന് ചോദിക്കുന്ന 1000 ബർഗർ വേണമെന്ന്. ഒന്നും ഡീൽ ചെയ്താണ്. ഹലോ, നമ്മളെന്തായാലും അപ്പൊ നോക്കിട്ട് പറയാം. പൈസ എടുത്തിട്ട് വരാം. ചന്ദ്രബോസ് എന്ത്
அப்பா நீ என்னதான் காசு கொடுத்து காசு இருந்தாலும் உன்னால ஃபுட் வாங்க முடியாது. நம்ம அம்மா தான் வாங்கி தருவா உனக்கு. സാർ തറ വേസ്റ്റല്ലേ ഭയങ്കര പാടാ സാർ ഇവിടെ തൂക്കണം. യെസ് ആ തഴ വെച്ചത് ഞാനത് കഴിച്ച് പിന്നെയാണ് எங்க அப்பாவுக்கு சோறு கீழே இருந்தாலும் எடுத்து சாப்பிடுவாரு. சாப்பாட்டுக்கு மரியாதை கொடுப்பாரு. வேஸ்ட் பண்ணாம சாப்பிடுவாரு. குப்பையில இருந்தாலும் ആ മതി നേരത്തെ എന്തിനാ പുരാണം നടത്തും ബ്രോ റേറ്റ് നോക്കിട്ട് പറയാം റേറ്റ് നോക്കിട്ട് പറയാം സംഭവം എന്താ പറയാ സംഭവം ഞങ്ങള് ഒരു 5 days ഇത് വെച്ചിട്ടുണ്ട് ഈവന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൾക്കായിട്ട് ഓർഡർ ആണെങ്കിൽ അല്ല അങ്ങനല്ല പറഞ്ഞാണ് ഈവന്റ്സ് അല്ലെങ്കിൽ ബൾക്ക് ഓക്കെ ഞാൻ ബ്രോ എന്തായാലും പറയാം അതെ ഇവിടെ പ്രീമിയം കാർസ് പാർക്കുള്ള സ്ഥലമില്ല പ്രീമിയം കാർസ് പാർക്കുള്ള സ്ഥലമില്ല ഒന്ന് ഒന്ന് പണിയുമ്പോഴടുത്ത് ഒന്ന് പ്രീമിയം കാർസിനുള്ള സ്ലോട്ട് ഒന്ന് ചെയ്ത് തരണം അല്ലെങ്കിൽ നമ്മുടെ ഇത്ര കൂടിയ കാറൊക്കെ സ്ക്രാച്ച് മനസ്സിൽ എന്തൊരു അല്പനാണെന്ന് വിചാരിച്ചാൽ അതില് സത്യം 3 times എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല സാബ്ദുരി ഇത് 1000 എത്ര ഒരു മാസത്തേക്കാണോ അവര് വയറളം കണ്ട ഇങ്ങനെ കഴിച്ചാ പറയണല്ലോ 900 ബർഗറൊക്കെ ഇത്രയും വാങ്ങിച്ചു ചീത്തയാവത്തില്ല. ഇല്ലല്ല എന്റെ അടുത്ത് ഇപ്പൊ എന്റെ അടുത്ത് 52 നൂഡിൽസ് ഉണ്ട്. ഞാൻ ആകെ ഫുഡ് വാങ്ങിയിട്ടുള്ള കയ്യിലില്ല. அப்பா உங்களுக்கு குப்பி அப்பா என்கிட்ட இருக்கு. കുപ്പിയാ அபார்ட்மெண்ட்ஸ்ல வச்சிருக்கேன். എന്തൊന്ന് കുപ്പി? அபார்ட்மெண்ட்ஸ் போய் எடுத்துட்டு வரணுமா? சாப்குரு ஏமாத்தி குப்பி உண்டுமா? சாப்குரு கிளப்ல வாங்குனது. சாப்குரு மாமா தான் கொடுத்தாரு. സാബ്ഗുരു സിറ്റിയിൽ കണ്ടമാന ബിസിനസ് ആണല്ലോ സാബ്ഗുരു ഇതൊക്കെ കാശൊക്കെ ഇങ്ങനെ ഞാൻ കാര്യം ചോദിക്കട്ടെ സാബ്ഗുരു നിങ്ങള് സാബ്ഗുരു ഇങ്ങനെ ഈ ഇത്രയും എങ്ങനെ ഇത്ര പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സാബ്ഗുരു അല്ല സാബ്ഗുരു ഇത്രയും 1000 കോടികൾ ഉള്ള സാബ്ഗുരു ഒരു പൈസ എന്റെ കയ്യിൽ ഞാൻ കൊണ്ടെടുക്കില്ല. അല്ല സാബ്ഗുരു അപ്പൊ ബാങ്കിൽ നിന്നൊക്കെ എടുത്തു തരാൻ പറഞ്ഞാലോ റോബേഴ്സ്? ഇല്ല അത് പറ്റൂലല്ലോ. എന്താ എനിക്ക് പ്രോട്ടോകോൾ ഇല്ലേ? ഓരോ പ്രോട്ടോകോൾ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ സാബ്ഗുരൊക്കെ 4-5 ആൾക്കാരുടെ അകമ്പടിയോടെ അല്ല അതില്ലായിരുന്നെങ്കിലേ സാബ്ഗുരു 4-5 ആൾക്കാരുടെ അകമ്പടിയോടെ നടക്കാൻ പറ്റത്തുള്ളൂ. அப்பா அபார்ட்மெண்ட்ஸ் போலப்பா அபார்ட்மெண்ட்ஸ். ഈ പൈസക്ക് ഒരു നോട്ട് നമ്പർ ഒക്കെ അല്ലേ ചന്ദ്ര? എന്താ പൈസക്ക് ഒരു നമ്പർ ഉണ്ടല്ലോ. ആ നമ്പർ നമ്മൾ അസാധുവായി കളിയല്ലേ? ഓ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളുടെ അടുത്തൊക്കെ പ്യൂർ മണിയല്ലേ ചന്ദ്ര? ഇതിന്റെ ബാക്ക് ടയർ തിരി കണ്ടാ അലീന? ബാക്ക് ടയർ തിരിയുന്നുണ്ടാ? അതെല്ലാ വണ്ടിയുടെ ടയറും തിരിയത്തില്ല. ബാക്ക് ടയർ തിരിയോടി മന്ദബുദ്ധി നോക്ക്. ഫ്രണ്ട് എങ്കപ്പാ ഫ്രണ്ട് മാമാ ചന്ദ്ര ആ ബ്ലാക്ക് മണി വേണം നിങ്ങൾക്ക്? ആ എനിക്കെന്തിനാ ഇനി? எனக்கு கொஞ்சம் அவசியம் போல கேக்குறேன். ബ്ലാക്ക് മണി ഒക്കെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. அப்பா நம்ம புது வீடுல பாத்தியா? அன்னைக்கு பெருமா எல்லாம் சுத்தி காட்டுனேன். എന്തൊരു വണ്ടി അത്? அது ரேஸ் கார்ப்பா. அப்பா நான் குப்பி எடுத்துட்டு வரேன் போயிட்டு அபார்ட்மெண்ட்ல. നീ എന്തേലും ഇപ്പൊ എടുത്തിട്ട് വാ. உனக்கு 10 போதுமா? എനിക്ക് എന്റെ உனக்கு எத்தனை வேணும்? കണ്ണെടുക്കണം വേറെ ഒന്ന് മാറേ. உனக்கு எத்தனை வேணும்? ഇതോ ചന്ദ്ര ആ ബ്ലാക്ക് മണി വേണമെങ്കിൽ പറയണേ. പറയാം സാബ്ഗുരു പറയാം. ആ ഓക്കെ പാട്രിക്
എടാ ഒന്ന് ഒരു മിനിറ്റ് അപ്പൊ എന്താ എന്താ പ്രശ്നം? ചാട്ടം കള്ളം കയറില്ല. വാ ബ്ലൂ ഇതെന്താ? എന്താ ബ്ലൂ? ഷെയ്ക്കിന്റെ സ്പെഷ്യലാണോ ഇത്? നിറയെ കടിക്കുന്നതിന് 3 തന്നത്. 3 കുടിച്ചാൽ മതി ചന്ദ്ര. ഡ്രിങ്കിങ് ബ്ലൂ ഹവായി. വേണ്ട കുടിക്കണ്ട. കൊച്ചു പിള്ളേരൊക്കെ കുടിക്കേണ്ട സാധനം ഇത്. ഉള്ള പെട്ട് അപ്പനെ സാധനം തന്ന് കുടിച്ച് കിടത്തി കേട്ടോ അവൻ. കേറ് ബോധ എന്നാ ഉണ്ടാക്കല്ലേടേ. നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടല്ല. ഹെലികോപ്റ്ററിൽ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ? എന്താടാ പ്രശ്നം ഉണ്ടാക്കി ആരട്ടെ? വേറെന്ത് പരിപാടി അത് പറ കേക്കട്ടെ. അതായത് നിങ്ങളല്ല നമ്മൾ TV അല്ലെന്ന് പറഞ്ഞിട്ട് ഉള്ള ഉടായ പരിപാടി അല്ലേ? അല്ല ഈ സൗണ്ടൊക്കെ. നീങ്ങനുണ്ടാ അവിടെ? നീങ്ങനെവിടാ? ഞാൻ മുതുക്കിലുണ്ട്. കേറ്